ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഇന്ന് എൻ്റെ വീട്ടിൽ നമ്മൾ സ്റ്റേക്ക് പോയതാണ്. അപ്പം ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ഉണ്ടാവുന്നത്, എല്ലാവരും വീട്ടിൽ പോയാൽ ഒരു വേറിട്ട, അതായത് മൈൻഡ് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും. സോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഏകദേശം 10-10:30 കാണും ടൈം. ഇപ്പോഴാണ് എണീക്കുന്നത്. ഞാൻ താഴത്തുനിന്ന് ഉമ്മയും മക്കളൊക്കെ നല്ല വിളി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ചെന്നില്ലേ പണിയാവും. സോ നമുക്ക് നേരെ താഴോട്ട് പോവാം. ആൻഡ് ഫസ്റ്റ് ഞാൻ പോയി നോക്കുന്നത് താഴോട്ടല്ല കേട്ടോ. ഞാൻ 2 റെസിൻ ഫ്രെയിംസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബീച്ച് തീമാണ് വന്നത്. സോ ഇത് രണ്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് സെറ്റ് ആയണോ നോക്കണം. ഇത് ഹാർട്ട് ഷേപ്പ്, ഇത് നമുക്ക് കാർ ഹാങ്ങിങ് ആയിട്ട് നമ്മുടെ കാറിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്താട്ടോ. ആൻഡ് ഇത് നമ്മൾ ബേബി ഡീറ്റെയിൽ ഫ്രെയിമിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. സോ നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ബീച്ച് തീം ചെയ്യുന്നത് കേട്ടോ. റെസിൻ ഫ്രെയിംസ് ഒരുപാട് ചെയ്തിട്ടുണ്ടായാലും ബീച്ച് തീം ഫസ്റ്റ് ടൈമാണ്. എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. പുറത്തൊക്കെ നല്ല വെയിലാണ്, നല്ല ടൈം പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരെ താഴോട്ട് പോയി നോക്കാം. താഴത്തുനിന്ന് ഒരു മനുഷ്യനെ വിളിക്കുന്നു. എല്ലാവരും ക്ലാസ് പോയിട്ടുണ്ട്. നല്ല വെയിലടിക്കുന്നുണ്ട്. ഞാൻ ഇതൊന്നും അറിയാണ്ട് കട്ടനൊക്കെ ഇട്ട സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. എനിക്ക് മിക്കവാറും ഒരു ചീത്തക്കുള്ള വക ഉണ്ട്. കുറെ പോയാൽ പിന്നെ ഉറക്കം മസ്റ്റാണ്. 11 മണി ഇല്ലാണ്ടൊരു ടൈം. അതായത് മെയിൻലി ഞാൻ വീട്ടിൽ പോകുന്നത് പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാ. അപ്പം ആരും കാണുന്നൊന്നുമില്ല. നേരെ പോയപ്പം നോക്കുമ്പം എല്ലാരും രണ്ടാമത്തെ ചായ കുടിക്കുന്നു ഗൈസ്. അപ്പം നമുക്കും ദോശയാണുള്ളത്. ദോശയും അതേപോലെ നമ്മളെ കോയിന്റെ പാർട്സ് ഒക്കെ വെച്ചിട്ട് പറയില്ലേ. അപ്പം ഗ്ലാസും പഞ്ചസാരയിട്ട് ഞാൻ എന്താന്നല്ലേ കാണിച്ചുതരാം. ഞാന് മൂത്തമ്മൻ്റെ വെറുതെ നടക്കാൻ പോയപ്പം എനിക്ക് 3 പാഷൻ ഫ്രൂട്ട് കിട്ടി. അപ്പൊ മൂത്തമ്മ എടുത്ത് തരികയും ചെയ്തു. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ പോകുന്നതല്ലേ, അപ്പൊ നമുക്ക് എല്ലാം കിട്ടും. അതാണ്. സോ ആ പാഷൻ ഫ്രൂട്ട് മെല്ലെ റൂമിൽ കൊണ്ടുവന്നതാണ്. കാരണം പുറത്ത് കൊണ്ടുപോയാലും എനിക്ക് തിന്നാനേ കിട്ടൂല. കാരണം സംഭവം സ്കൂളില്ല ഗൈസ്. അപ്പം മെല്ലെ എടുത്ത് തിന്നണം. എന്റെ മോൻ ഇതുവരെ എണീച്ചില്ല കേട്ടോ. ആ ഫാന് വരുന്ന കാറ്റാണ് ഇപ്പൊ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. എന്റെ മുടിയൊക്കെ പറയും കളിക്കുന്നുണ്ടല്ലോ. അപ്പൊ മെല്ലെ അത് കുപ്പിയിലാക്കി നമുക്ക് നേരെ കഴിക്കണം. എന്റെ ഈ സാധനം എനിക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അടിപൊളി പൊളിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും സംഭവം നല്ല രസമാണ്. ഇതൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് മൂന്നും കൂടി കളിച്ച് കുടിക്കാൻ തോളത്ത് കൊണ്ടുപോയാൽ എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാട്ടോ ഈ പണിയൊക്കെയും ചെയ്യുന്നത്. ചില ഈ സാധനം ഇങ്ങനെ കഴിക്കാൻ എനിക്ക് എന്തൊരു ഇഷ്ടമാണ്. പഞ്ചസാരയിലും കൂടെ ഇപ്പുറത്ത് എന്റെ മോനെ കഴിച്ചിട്ടുണ്ടേ. അവനോടാണ് ഞാൻ നല്ല ഇടയ്ക്കിടയ്ക്ക് ഉറക്കാൻ പറയുന്നത്. പുളിയുണ്ട്, നല്ല പുളിയും മധുരവും എല്ലാം കൂടി ആയിട്ട് ഇവിടെ മസ്താണ് തലക്ക്. പക്ഷെ അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരാളെ കാണിച്ചു തരാം. ഞാൻ ഈ തിന്നത് കണ്ട് ഒരാളുടെ അവിടെ നോക്കി വെക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഒന്ന് ഭയങ്കര കുറവാണ് ഗൈസ്. ഇനി ഓനെ സെറ്റാക്കണം. ഒന്ന് നേരെ പോയി ഫുഡൊക്കെ കൊടുത്തിട്ട് ഓനെ സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. ഇത് നേരത്തെ കുത്തിയൊരു പല്ലിട്ടു. ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചിരിക്കുകയാണ്. അപ്പം ഇന്ന് രാത്രി ട്യൂഷൻ ഉണ്ട്. എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം. സോ ട്യൂഷൻ ഒരു സംഭവം ഞങ്ങൾ പറഞ്ഞില്ലല്ലേ. ഞാൻ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തെടുക്കുന്നുണ്ട്. സോ എനിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇന്ന് കുട്ടികൾക്ക് എക്സാം നടത്താണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യണം. അപ്പം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കെമിസ്ട്രിയും ഫിസിക്സും ആണ് ക്ലാസ് എടുക്കുന്നത്. ആൻഡ് ഞാൻ ഡിഗ്രി ചെയ്തത് BSc ഫിസിക്സ് ആട്ടോ. ഞങ്ങളിതാ മാറ്റിയൊക്കെ സെറ്റായി കുളിച്ച് കുട്ടപ്പനായി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ കുളിച്ചില്ല കേട്ടോ. ഒരേ പോയാൽ നിങ്ങൾ ആരെങ്കിലും കുളിക്കണ്ടോ? ഞാൻ പൊതുവെ ഒരു മടി ഉള്ള കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ. ആ ഒരു ടൈം കൊണ്ട് ഇതാ എൻ്റെ മോന് എൻ്റെ ജീതിന്റെ ബുക്ക് പഠിക്കുകയാണ് ഗൈസ്. ഓളെന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്ന ചിത്രമൊക്കെ കാണിച്ചു കഴിഞ്ഞാണ്ട്. അപ്പം ഓന് ഈ പിക്ചേഴ്സ് ഒക്കെ ഉള്ള ബുക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പം ഓല പണി എടുക്കുമ്പോൾ എനിക്ക് ഇപ്പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കട്ടെ. ഓക്കെ. നമ്മള് പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇവിടെയൊക്കെ തിരിഞ്ഞിട്ടൊക്കെ പിന്നൊക്കെ ചെയ്ത് നമ്മള് നേരെ പോകുന്നത് താളി വരയ്ക്കാണ്. ഈ വീട്ടിൽ വരുന്നതിന് മെയിൻ ഉദ്ദേശം ഫസ്റ്റ് ഉറങ്ങാം, നല്ല ഉറക്കം പാസ് ചെയ്യുക. പിന്നെ വെച്ചാല് മെയിൻ ആയിട്ട് എന്താ പറയാ, മുടി ഒന്ന് ഹെയർ കെയർ ചെയ്യുക, ഫേസ് പാക്ക് ചെയ്യുക,
അങ്ങനത്തെ ഒരു അല്ലറ ചില്ലറൊക്കെ ഞാൻ പുറകെ പോയാലോട്ടാ ചെയ്യല്. കാരണം ഒരു കാക്കനാട് പോയാൽ അത്ര ടൈം കിട്ടൂല, പണി തീരുന്നു ആ ടൈം കൊണ്ട് ഞാൻ പിന്നെ ഭയങ്കര ക്ഷീണിച്ച് കിടന്നുറങ്ങിയപ്പോൾ മൂത്തമ്മൻ്റെ അവിടെ വന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ താളി പറിക്കുന്നത്. താളി വെച്ചാൽ ചെമ്പരത്തിന്റെ ഇല കേട്ടോ ഉദ്ദേശിച്ചത്. ഓന്റെ വിചാരം മീൻ പിടിക്കാൻ പോവാണ് നാട്ടിൽ. അപ്പം ഇല ഒന്നും പറിച്ച അതിലേക്ക് ഇട്ട് ഒന്നും ഇഷ്ടായില്ല, അത് കൊണ്ട് ഓടിക്കാനാണ് ഈ മൂത്തമ്മൻ്റെ അവിടെ നമ്മള് കുറെ ടൈപ്പ് മീനൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ അനിയത്തിനെ കൊണ്ട് തന്നെ നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം നമുക്ക് മടിയാണ്, അപ്പൊ പിന്നെ ചെയ്തു തരാൻ അവൾ ഉണ്ടാകുമ്പോ ഒരു മനസ്സുഖല്ലേ. അപ്പൊ ഓളിതാ ഓൾത് ഉണ്ടാക്കിയിട്ട് കുത്തിരിക്കുകയാണ്. ആൻഡ് എന്റേതും ഉണ്ടാക്കാൻ പറഞ്ഞത് ആ ടൈം കൊണ്ട് നമ്മൾ നേരെ വന്ന് ഉമ്മ നല്ല ചക്കയും അതേപോലെ എരുന്ത് കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പറയുന്നത്? ഞങ്ങൾ എരുന്ത് എന്നാട്ടോ പറയാം. ചക്ക പുഴുങ്ങി അതേപോലെ എരുന്ത് കറിയുണ്ട്. സോ അത് സാപ്പിട്ടിട്ട് വേണം പോയി കുളിക്കാൻ. അങ്ങനെ നമ്മൾ ഇത് സാപ്പിടുന്നു, നേരെ പോയി കുളിക്കുകയാണ്. കുളിച്ച് കഴിഞ്ഞ് ഇതാ ഗയ്സ് പോവാനുള്ള ടൈമായി. ഞാൻ മാറ്റി ഒക്കെ ഇതാ പാക്ക് ഒക്കെ ചെയ്ത് ഇരിക്കുകയാണ്. എന്റെ ഉപ്പൻ കേട്ടോ എന്നെ ആക്കി തരുന്ന വീട്ടിക്ക്. സോ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം. അതിന്റെ ഇടയിൽ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഇതിന്റെ മുന്നേ ഇട്ടിരുന്നു. സംഭവം ഇത് കുറച്ച് ദിവസം മുന്നുള്ള വീഡിയോ കേട്ടോ, കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ 1-2 ആഴ്ച മുന്നേക്കാൻ ആയിക്കും. ഒരു മാമൂലി വീഡിയോ പറഞ്ഞാല് ഒരേ പോകുമ്പോ എന്തൊക്കെ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നേ. എന്റെ വീഡിയോ കണ്ടില്ല എന്തായാലും കാണണേ. സോ നമ്മള് നേരെ വീട്ടിലെത്തി.